ഹലോ ഡിയാസ്, ഇന്ന് ഞാനും ഹസ്ബൻഡും മോളും എവിടത്തേക്കാണ് പോകുന്നതെന്ന് അറിയാമോ? നമ്മൾ റംദാൻ നൈറ്റ് സ്ട്രീറ്റ് തുടങ്ങിയിട്ടുണ്ട് കാസർഗോഡ്. കുറച്ച് ഡേയ്സായി തുടങ്ങിയിട്ട്. അപ്പോൾ ഇപ്പോൾ ടൈം ഒരു 10:45 ആയി. അപ്പം നൈറ്റ് പുറത്ത് പോകുന്നതുകൊണ്ട് മോൾ ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ട്. ഇപ്പം കുറച്ച് ഡേയ്സായിട്ട് പോകുന്നില്ല. മോൾക്ക് എക്സാമൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഓൾറെഡി സാറ്റർഡേ നൈറ്റാണ് നമ്മൾ പോയത്. പിറ്റേന്ന് സൺഡേ ആണല്ലോ. കാസർഗോഡ് ഇപ്പോൾ NH പണി നടക്കുന്നൊരു പോർഷനാണ്. ഇപ്പോൾ ചില റോഡൊക്കെ ഓപ്പൺ ആയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ പോയി. കുറേ അധികം ഷോപ്സ് ഒന്നും ഓപ്പൺ ആയിട്ടുണ്ടായിട്ടില്ല. പക്ഷേ ടൗൺ എത്തിയ ടൈമിൽ ഫുൾ എന്താ പറയുക, ഒരു മങ്ങല വൈബായിരുന്നു. മൊത്തം ആൾക്കാരും ഓരോ സ്ഥലത്തും കുറേ നൈറ്റ് സ്ട്രീറ്റ്സൊക്കെ ഉണ്ടായി. അപ്പം നമ്മുടെ ഡെസ്റ്റിനേഷൻ ഇവിടെയല്ല. അപ്പം പോകുന്ന വഴിക്ക് ഞാൻ ഇപ്പം കുറച്ച് ഡേയ്സായി ടൗണിലേക്ക് തന്നെ ഇറങ്ങിയിട്ട്. അങ്ങനെ ഇറങ്ങിയേക്കുമ്പോൾ ഫുൾ പൊള്ളി വൈബ്. ആ സൈഡിൽ കണ്ടിട്ട് ഓട്ടോം ഹൈപ്പർ മാർക്കറ്റ് പുതുതായി വന്നതാണ് കാസർഗോഡ് ടൗണിൽ. അപ്പം ഇതൊരു പാഷ, അതെല്ലാം ഒരു ഫുഡ് സ്പോട്ടാണ് ഇവിടെ ഉള്ളത്. അങ്ങനെ ടൗണെത്തി. ടൗണിലെ സിഗ്നേച്ചർ എന്ന് പറഞ്ഞിട്ട് കുറച്ച് റെസ്റ്റോറൻറ്റ്സ്. ഇത് പക്കാ ടൗണാണ് കേട്ടോ. ഈ ഒരു സ്റ്റാർ കാസർഗോഡിലൊരു ബ്ലോഗറെ സ്റ്റാറാണ് കേട്ടോ ഈ നൈറ്റ് സ്ട്രീറ്റ് തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഈ വീഡിയോ മോള് കണ്ടപ്പം മോൾക്ക് പോകണം തന്നെ ആഗ്രഹം. അപ്പോൾ മക്കൾ എന്തെങ്കിലും ആഗ്രഹങ്ങൾ പറഞ്ഞ് നമ്മളെക്കൊണ്ട് സാധിക്കാൻ പറ്റുന്നതിന് നമ്മൾ സാധിച്ചു കൊടുക്കണമല്ലോ. അങ്ങനെ എന്തായാലും പോകാമെന്ന് വിചാരിച്ച് അതിനടുത്ത് എത്തിയോക്കുമ്പോൾ ഫുള്ളും വണ്ടിയും ആൾക്കാരൊക്കെ എന്തൊരു റഷാന്ന് പറയുക. ഒരു മംഗലത്തിനുള്ള ആളുണ്ടായിന്. കാസർഗോഡുള്ള ആൾക്കാർ മൊത്തം അവിടെയുള്ളതെന്ന് തോന്നിപ്പോൾ. ഇത് കണ്ടപ്പോൾ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞ്, ഇത് നോമ്പ് കാലം തന്നെയല്ലേ, മാറിപ്പോയിട്ടൊന്നുമില്ലല്ലോ. സത്യം പറഞ്ഞാൽ ഞാനും ഞെട്ടിപ്പോയി. എന്തൊരു റഷാന്നറിയാവോ. ഒരു സാധനം കിട്ടുമെങ്കിൽ ക്യൂ നിൽക്കേണ്ട അവസ്ഥ. ക്യൂ ഇല്ല, ഫുള്ള് അങ്ങ് ടോക്കനൊക്കെ എടുക്കണം പോലും. ഞാനൊന്ന് ചോദിച്ചപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ വേണ്ടായിരുന്നു തോന്നിപ്പോയി. കാരണം എന്താണെന്ന് ഒരു സൂചി കുത്തേണ്ട സ്ഥലം പോലും ഇല്ല. പോയാലോ എന്ന് പറഞ്ഞ് നിൽക്കുന്ന സമയത്താണ് ഒരു സപ്ലയർ സെക്കൻഡ് അതിലൂടെ പോയത്. ഞാൻ പറഞ്ഞു, ഈ ടോക്കൺ എടുക്കാനാണെങ്കിൽ ഇന്നൊന്നും സ്ഥലം കിട്ടേനില്ല ടോക്കൺ എടുക്കാനില്ല. അപ്പോൾ അവൻ പറഞ്ഞു, ഞങ്ങൾക്ക് സിറ്റിംഗ് അറേഞ്ച് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ട് നമ്മളൊരു ടേബിളിൻ്റെ അറ്റത്ത് കൊണ്ടിരുത്ത് അവൻ ഓർഡർ എടുത്ത്. അങ്ങനെ അവിടെ സ്പെഷ്യലായിട്ടുള്ള നമ്മളെ മാങ്ങ കച്ചും അതുപോലെ തന്നെ ചക്ലി എന്നാണ് ഇവിടെ പറയാൻ, നമ്മുടെ നാട്ടിൽ നുറുക്ക് കച്ചും കൊണ്ടുവന്ന് ഞാനും മോള് അത് കമക്കമാന്നിട്ട് തിന്നാൻ തുടങ്ങി. മോള് മെയിനായിട്ട് ഇതിൻ്റെ ഫാനാണ്. അതായത് മാങ്ങ ഉപ്പും മുളകും പുരട്ടിയത്, എന്ത് സാധനം കിട്ടുന്നോ അതെല്ലാം ഉപ്പും മുളക് പുരട്ടി തിന്നിട്ടാണ് അവിടെ മെയിൻ ഹോബി. ഞാനും കഴിക്കും. അതൊക്കെ നമ്മൾ വേഗം അകത്താക്കി. പക്ഷെ അത് തിന്ന് കഴിഞ്ഞിട്ട് ഒരു അരമണിക്കൂറോളം വെയിറ്റിംഗ് ആയിരുന്നു അടുത്ത സാധനത്തിന് വേണ്ടിയിട്ട്. കാരണം ഒരു ഡ്രിങ്ക് പറഞ്ഞിട്ടുണ്ട്. അത് കൊണ്ടുവന്നപ്പോൾ ഈ ഉപ്പ എന്നിട്ടൊരു മാങ്ങേൻ്റെ ഒരു കുലുക്കിയായിരുന്നു. അത് പകുതി കുടിച്ചതിന് ശേഷമാണ് വീഡിയോ എടുത്തിട്ടില്ലായിരുന്നു ഓർമ്മ വന്നത്. പിന്നെ നമ്മളൊരു ലാസ്റ്റ് പറഞ്ഞത് ഒരു ലൈസ് സാലഡായിരുന്നു. അത് കുഴപ്പമില്ല, കുറച്ച് ചിക്കൻ പീസും അതൊക്കെ ഇട്ടിട്ടുള്ളത്. പക്ഷെ അത് എമൗണ്ട് കുറച്ച് കൂടുതലായിട്ട് തോന്നി. 160 rupees. അതിന് മാത്രം ഉണ്ടോയെന്ന് എനിക്ക് തോന്നിയില്ല. എന്തായാലും ആ ഒരു ആഗ്രഹം അങ്ങ് മാറി. അത്ര